ഹായ് എവ്രി വൺ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്ന റെസിപ്പി ചപ്പാത്തി നെയ്റ്റൊക്കെ കൂട്ടി കഴിക്കാൻ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു വെജിറ്റേറിയൻ കറി ഡിഷാണ് ചീരപ്പരിപ്പ്. അപ്പോൾ ഈ ചീരപ്പരിപ്പ് കറി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ച് നല്ല ക്രീമി ആയിട്ടിരിക്കും. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ പോലെ തോന്നും. പക്ഷേ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ അല്ല കേട്ടോ, സൗത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി ചെറിയൊരു കഷ്ണം വാളംപുളി നല്ല ചൂടുവെള്ളത്തിലൊന്ന് ആദ്യം കുതിരാൻ വേണ്ടി വെക്കാം. അത് ആദ്യം മാറ്റി വയ്ക്കാം. പിന്നെ ഏതെങ്കിലും ടൈപ്പ് ചീര നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ ടൈപ്പ് ചീരയാണ് ഉപയോഗിക്കുന്നത്. 250 ഗ്രാം നല്ലതായിട്ട് കഴുകി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൻ്റെ തണ്ട് ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് വലിയൊരു കൈപ്പിടി പീൽ ചെയ്ത ചെറിയുള്ളി, അതേപോലെ തന്നെ ഒരു കൈപ്പിടി വലിയ അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു ചെറിയ ചോപ്പറിൽ ചെറുതായിട്ടൊന്ന് ഇത് ചോപ്പ് ചെയ്തെടുക്കാം. അത് മാറ്റി വയ്ക്കാം. പിന്നെ പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച് ഞാനൊരു വലിയ പച്ചമുളക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചീരപ്പരിപ്പ് കറി നല്ല ക്രീമി ആക്കുന്നതിൻ്റെ രഹസ്യമാണ് ഈ കാണുന്നത്. 2 ചെറിയ സൈസ് ബ്രിഞ്ചോൾ. ഞാൻ പച്ച കളർ ബ്രിഞ്ചോളാണ് യൂസ് ചെയ്യുന്നത്. ഇത് കിട്ടാനില്ലെങ്കിൽ ആ വയലറ്റ് കളർ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് ഈ പച്ചയാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഈ ചീരപ്പരിപ്പിൽ ഉപയോഗിക്കുന്ന പരിപ്പ് പീസ് പരിപ്പാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് 1/2 കപ്പ് വേണം. പിന്നെ ബ്രിഞ്ചോൾ നന്നായിട്ട് കൊത്തി അരിയണം, ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം, വലിയ കഷ്ണങ്ങളായിട്ടല്ല. ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാൻ നോക്കണം. പീസ് പരിപ്പ് നന്നായി കഴുകി ഒരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ആ കൊത്തി അരിഞ്ഞ ഉള്ളി വെളുത്തുള്ളി അതും ചേർത്തു. അതുപോലെ തന്നെ ആ ബ്രിഞ്ചോൾ കൊത്തി അരിഞ്ഞതും പച്ചമുളക് സ്ലൈസ് ചെയ്തതും എല്ലാം കൂടി ചേർക്കാം. ഇതിൻ്റെ ഒപ്പം പാകത്തിന് വെള്ളം 2 കപ്പ് വെള്ളം മതിയാവും. ഈ സമയത്ത് ഉപ്പ് ചേർക്കണില്ല. എന്നിട്ടിത് വേവിച്ചെടുക്കാം കേട്ടോ. പ്രഷർ കുക്കർ അടയ്ക്കാം. ഒരു 6-8 സ്റ്റീം കേൾക്കുന്നവരെയും കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് പ്രഷർ കുക്കർ തന്നെ ചൂടാറിയതിന് ശേഷം തുറന്നാൽ മതി. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര തണ്ടും ഇലകളും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒന്നും കൂടി പ്രഷർ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു 2-3 സ്റ്റീമും കൂടി കേൾക്കുന്നവരെയും വീണ്ടും ചൂടാറിയതിന് ശേഷം തുറക്കാം. ഇനി ഇത് സിമ്മിലിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വേവിക്കാൻ പോവാണ്, ഒന്ന് കുറുകി വരുന്നവരെയും. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാഷ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ആ ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നത്. ചെറിയ തീയിലിട്ടിട്ട് ഈ സമയത്ത് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ നുള്ള് കറുകപ്പട്ട പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാല. പിന്നെ കറുകപ്പട്ട കൂടി പോകണ്ട കേട്ടോ, ചെറുതായിട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, കൂടി പോകാൻ പാടില്ല. പിന്നെ ഉപ്പ് പാകത്തിന് ചേർക്കാം. ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് കുക്കായിക്കൊണ്ടിരിക്കുമ്പോഴേ ഇത് മാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ മറക്കരുത്. അപ്പോഴാണ് ആ പരിപ്പൊക്കെ ഉടഞ്ഞ് നല്ല ആ ഒരു കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആ പുളിവെള്ളം, നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന പുളിവെള്ളം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എന്നിട്ട് നോക്കാം, കൂടി പോകരുത് ഒട്ടും. നമ്മൾ ആ എടുത്ത പുളിവെള്ളം മുഴുവൻ ഇതിലേക്ക് ചേർക്കണമൊന്നുമില്ല. അങ്ങനെ ഈ പരിപ്പ് ഒരു 5 മിനിറ്റോളം ഇതുപോലെ പതുക്കനെ വെന്ത് ഇടയ്ക്കിടയ്ക്ക് മാഷ് ചെയ്ത് കൊടുത്ത് കുറച്ചൊന്ന് കുറുകി വരണം. വെള്ളമൊന്നും കൂടുതൽ ഇപ്പോൾ ചേർക്കണ്ട, ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർക്കാം. ഈ സമയത്ത് നമുക്കൊരു സവാള കൊത്തിയരിഞ്ഞ് വെക്കാം, താളിക്കലിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. അങ്ങനെ ഇത് മാഷ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ താളിക്കലിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ചെറിയ പാനിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിൽ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. സവാള ചോപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു നുള്ള് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഉണക്കമുളക് പൊട്ടിച്ചത് അതും ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഈ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇത് ഇട്ട് കൊടുത്ത് അത് നന്നായി ഒരു ഗോൾഡൻ കളറായി വരുന്നവരെയും വഴറ്റിയെടുക്കണം. പിന്നെ ആ ഉണക്കമുളക് ഈ സമയത്ത് കരിഞ്ഞു പോകാണ്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഗോൾഡൻ കളറായതിനു ശേഷം നമുക്ക് ആ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ചീരപ്പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കണം കേട്ടോ, ഒന്ന് തിളച്ച് വരട്ടെ.
ഈ സമയത്ത് 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി കായപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ ഈ പരിപ്പ് ചീരയ്ക്ക്. എന്നിട്ട് 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് സിമർ ചെയ്തെടുക്കാം. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഒരുപാട് ലൂസാക്കി കളയരുത്. 5 മിനിറ്റ് ഇത് വെന്തതിന് ശേഷം ഒന്ന് വീണ്ടും കുറുകി വരും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറുള്ള നല്ല ഫ്ലേവറുള്ള ചീരപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.